ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ചൈനയിൽ പോയി. അതിനുശേഷം ജയശങ്കർ SCO മീറ്റുമായിട്ട് ചൈനയിൽ പോയി. ചൈനീസ് വിദേശകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ട് വളരെ ദീർഘമായിട്ട് സംസാരിച്ചു. അതിനെപ്പറ്റി പല കാര്യങ്ങളും പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായേക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്. അതായത് നമ്മൾ ഏകദേശം ചൈനയുടെ മുമ്പിൽ നമ്മൾ എന്തായിരുന്നു 2020 എടുത്ത സ്റ്റാൻഡിൽ നിന്നും പലതും മാറി പല രീതിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് കവേർട്ട് ഓപ്പറേഷൻ, അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തുന്നുണ്ട് ബലൂച്ചിലും. അതായത് പാകിസ്ഥാനിൻ്റെ ഈ പെഷവാർ ആ ഭാഗം പാകിസ്ഥാൻ താലിബാനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് നിർത്താം. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അജിത് ഡോവലാണ്, അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞാണ്, ഇനിയും പാകിസ്ഥാൻ എന്തെങ്കിലും മുതിരുകയാണെങ്കിൽ പാകിസ്ഥാനെ 2 ആക്കും അല്ലെങ്കിൽ 3 ആക്കും.